നല്ലവരായ എല്ലാ ദേശനിവാസികൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വാഗതത്തെ അറിയിക്കുന്നു, വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സത്യസുവിശേഷത്തിന്റെ ശക്തി ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു ദേശത്തും വ്യതിയാനങ്ങൾ വരുത്തിയിട്ടുണ്ട്, പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഏതൊരു കുടുംബത്തിൽ സുവിശേഷത്തിന്റെ ശക്തി ചെന്ന് വീണിട്ടുണ്ടോ അവിടെയുള്ള വ്യക്തികൾക്ക് രൂപാന്തരം വരുത്തിയിട്ടുണ്ട്. മദ്യപാനികൾക്ക് മാനസാന്തരവും രൂപാന്തരവും സമാധാനത്തിന്റെ അനുഭവങ്ങൾ വരുത്തിയിട്ടുള്ള ചരിത്രമാണ് സത്യസുവിശേഷത്തിന് പറയുവാനായിട്ടുള്ളത്. സത്യസുവിശേഷം ഒരു കുടുംബത്തെയും തകർത്തിട്ടില്ല, ഒരു വ്യക്തിയെയും തകർത്തിട്ടില്ല, ഒരു ദേശത്തെയും നശിപ്പിച്ചിട്ടില്ല. സുവിശേഷമാണ് ഏതൊരു ദേശത്തിന്റെയും പരിവർത്തനത്തിന് കാരണമായി തീർന്നത്. സമാധാനമില്ലാതെ, സന്തോഷമില്ല, സ്വസ്ഥതയില്ലാതെ അടിപിടിയും അക്രമങ്ങളും മദ്യപാനങ്ങളും ആയിക്കൊണ്ടിരുന്ന ഓരോ ദേശങ്ങളിലും കർത്താവിന്റെ ദാസന്മാർ, പാസ്റ്റർമാർ, പെന്തക്കോസ്തുകാർ ശക്തമായി സത്യസുവിശേഷം വിളിച്ചു പറഞ്ഞതിന്റെ കാരണമാണ് അനേക ദേശങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും വിടുതലുകളും വരുവാനായിട്ടിടയായത്. കാടും കയറി വല്ലാത്ത രീതി, വല്ലാത്തൊരവസ്ഥയിൽ ആയിക്കടന്ന അനേക ദേശങ്ങളിൽ, അനേക പ്രദേശങ്ങളിൽ സുവിശേഷത്തിന്റെ ശക്തിക്ക് പരിവർത്തനം വരുത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സുവിശേഷത്തിന്റെ ശക്തിയുമായാണ് ഞങ്ങൾ ഈ ദേശത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരളം അല്ല, ഇന്ത്യ അല്ല, ലോകം കണ്ട് പല പ്രശ്നങ്ങൾ, പല പ്രതികൂലങ്ങൾ, പല പ്രയാസങ്ങൾ ലോകം കാണുവാനായിട്ടിടയായി. ഏറ്റവും അടുത്ത അധിക വർഷമല്ലാത്ത രീതിയിൽ സമയത്ത് കണ്ട ഒരു വിഷയമാണല്ലോ കൊറോണ എന്നുള്ളത്. കൊറോണ ലോകത്തിലെ എല്ലാവരെയും ഒരുപോലെ ബാധിപ്പാനായിട്ടിടയായി. അനേകർ അതിൽ നശിച്ചു പോകുവാനിടയായി, അനേകർ അതിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി. മാരകമായ കൊറോണ എന്ന വൈറസ് ലോകത്തിൽ വന്നിട്ടും എല്ലാവരും നശിച്ചില്ല, എല്ലാവരും മരിച്ചുപോയില്ല. ചിലർ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടിടയായി. എന്നതുപോലെ ഇനി ഒരു വലിയ സംഭവം ഈ ലോകത്ത് വരാനിരിക്കുന്നു എന്ന വസ്തുത ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിലേക്കുള്ള ആ സംഭവം നടക്കേണ്ടതായ കാര്യങ്ങൾ ഇന്ന് ലോകത്ത് ചെറുതും ചെറിയ രീതിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചാൽ, പുറംകടലിൽ കൂടെ വരുന്ന ഒരു കപ്പൽ ആ പുറംകടലിൽ കൂടെ നടന്നു വരുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ അതിന്റെ ഓളങ്ങൾ ആ തീരത്ത് അടിക്കുവാനായിട്ടിടയാകും. എന്നതുപോലെ ഇനി ലോകത്ത് നടക്കാൻ പോകുന്ന വലിയ ഒരു സംഭവം, ഏറ്റവും വലിയ ഒരു സംഭവം, അതിന്റെ ഓളങ്ങൾ ഇന്ന് ലോകത്ത് ഈ കൊട്ടദേശത്തും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ സംഭവം എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 90% സംഭവങ്ങളും അതുപോലെ നടക്കുവാനായിട്ടിടയായി, സംഭവിപ്പാനായിട്ടിടയായി. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 ഭാഗങ്ങളുണ്ട്, പഴയ നിയമം, പുതിയ നിയമം എന്ന 2 ഭാഗങ്ങൾ. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് സവിസ്തരം പ്രസ്താവിച്ചു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ വേദപുസ്തകം പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് യാഥാർത്ഥ്യമായി. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അവൻ ഇമ്മാനുവേൽ എന്ന ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിട്ടു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതേ ബൈബിൾ തന്നെ പിന്നെയും പറയുന്ന ഒരു വസ്തുതയാണ് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവ്. അത് യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. എന്നെ കേൾക്കുന്ന വത്സല ശ്രോതാക്കള്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും യേശു മടങ്ങി വരും. യേശു എന്തിനാണ് മടങ്ങി വരുന്നത്? ഒരിക്കൽ യേശു വന്നത് പാപികൾക്ക് വേണ്ടി മരിക്കാനാണ്, പാപികളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. യേശു പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ
ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ. യേശു ലോകത്തിൽ വന്നത് പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഇനി യേശു മടങ്ങി വരുന്നത് മരിക്കുവാനല്ല, അടികൊള്ളാനല്ല, ക്രൂശ് ചുമക്കാനല്ല. പിന്നെ എന്തിനാണ്? തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടി യേശു രണ്ടാമതും പ്രത്യക്ഷമാകുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കൊട്ടദേശമേ, ഇന്ന് പകലിൽ ഞങ്ങളുടെ ശബ്ദമുയർത്തി നിങ്ങളോട് വിളിച്ചു പറയുന്നു, യേശു മടങ്ങി വരും. ദൈവത്തെ എതിരേൽപ്പാൻ ഈ ദേശമേ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ പ്രസംഗം നിങ്ങൾ ഏറ്റെടുത്താലും എതിർത്താലും ഞാൻ വിളിച്ചു പറയുന്നു, യേശു തന്റെ സഭയെ ചേർക്കാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ സമയമായി. അതേ പ്രിയരെ, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പണമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അതെ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ജനാധിപത്യ ഭരണമാണ്. ജനാധിപത്യ ഭരണം, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ജനങ്ങളെ ഭരിക്കുന്ന ഭരണമാണ് ഇന്ന്. എന്നാൽ ഒരു രാജഭരണം വരുന്നുണ്ട്. അത് യേശു ക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. അത് 5 വർഷമല്ല, 10 വർഷമല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു 1000 വർഷം യേശു ക്രിസ്തു ഈ ലോകത്തെ ഭരിക്കും. ഇന്ത്യയെ ഭരിക്കുന്ന ഭരണാധികാരികൾ സ്വതന്ത്രം ന്യൂഡൽഹിയെ കേന്ദ്രമാക്കി ഭരിക്കുമ്പോൾ, കേരളത്തെ ഭരിക്കുന്നവർ ട്രിവാൻഡ്രത്തെ കേന്ദ്രമാക്കി ഭരിക്കുമ്പോൾ, യേശു യെരുശലേമിനെ കേന്ദ്രമാക്കി ഈ ലോകത്തെ ഭരിക്കുവാൻ യേശു വരാറായി. അതേ പ്രിയരെ, യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ ആരാണ് എടുക്കപ്പെടുന്നത്, ആരാണ് എടുക്കപ്പെടാത്തത്? ആരാണ് എടുക്കപ്പെടാത്തതെന്ന് ചോദിച്ചാൽ പാപത്തിൽ ജീവിക്കുന്നവർ, മദ്യപാനിയായിട്ടുള്ള വ്യക്തികൾ, മരണത്തിനപ്പുറത്തെ കുറിച്ചുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാത്തവർ യേശുവിന്റെ വരവിൽ തള്ളപ്പെട്ടു പോകുവാനിടയാകും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ആര് ചേർക്കപ്പെടുമെന്ന് ചോദിച്ചാൽ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ കൽപ്പനയായ ജലത്തിൽ മുങ്ങിയുള്ള സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയോട് വേർപെട്ട സഭയിൽ ആരാധിക്കുന്നവരെ ചേർക്കാനാണ് യേശു മടങ്ങി വരുന്നത്. എന്റെ ശ്രോതാക്കളിൽ ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാത്തവരാണെങ്കിൽ, എന്റെ പ്രിയരെ, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ഈ നാളിൽ നിന്റെ സമാധാനത്തിനായിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. അതേ പ്രിയരെ, ഭാവിക്ക് യേശുവിനോടൊപ്പം എടുക്കപ്പെടാൻ കഴിയത്തില്ല, മദ്യപാനിക്ക് യേശുവിനോടൊപ്പം എടുക്കപ്പെടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് മദ്യപാനം ഉപേക്ഷിക്കുക, പാപത്തെ ഉപേക്ഷിച്ച് പാപത്തെ കുറിച്ച് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വേർപെട്ട സഭയിൽ എന്ന് പറഞ്ഞാൽ സത്യവചന യഥാർത്ഥമായി പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന, അനുസരിക്കുന്ന സഭയിൽ ആരാധിക്കുമോ അവരെ ചേർക്കാനാണ് യേശു മടങ്ങി വരുന്നത്. ആകയാൽ പ്രിയരെ, യേശു വരവിൽ എടുക്കപ്പെടുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാസന്മാരെ